അല്ല ബ്രോ, ഒരു കാര്യം ചോദിക്കാൻ. സമയമില്ല ബ്രോ, നെയ്ച്ചോറ് പള്ളിക്കെട്ടും അവിടെ ഇരിക്കുവാണ്, സമയമില്ല, പെട്ടെന്ന് പോയാലേ അത് തീരുന്നു. പള്ളിക്കെട്ടും നെയ്ച്ചോറും നമ്മളറിയാത്തൊരു സ്പോട്ട് കൊല്ലത്താ. എന്നാ പിന്നെ ഒന്നും അറിയണമല്ലേ? ആഹാ, അത്രയ്ക്ക്. കട തുറക്കുന്നതിന് മുമ്പേ തന്നെ നല്ലൊരു തിരക്കാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ബീഫ് പള്ളിക്കെട്ടിനും നെയ്ച്ചോറിനും ഒക്കെ ഉള്ള ഒരു തിരക്ക്, കിടുക്കാച്ചി സ്പോട്ട്. ഞാൻ വന്നപ്പം തൊട്ട് ഇവരിതാ പാഴ്സൽ ഇങ്ങനെ ഒതുങ്ങി കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ബ്രോയാണ് ഇവിടുത്തെ ഹെഡ് ഓളിനോ. അപ്പൊ നമുക്ക് ബ്രോയുടെ പേരെന്ന് പറയാം. എന്റെ പേര് സജാദ്. സജാദ്, എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഇവിടെ ഇപ്പം മൂന്നാഴ്ച കഴിഞ്ഞ്. നമുക്ക് ഓൾറെഡി തട്ടാമല ഒരു കടയുണ്ട്. തട്ടാമലയില് കടയുണ്ട്. അപ്പൊ അത് 3 മാസം മേലെ, ഇപ്പൊ 4 മാസം അടുപ്പിച്ചാവുന്നു. അത് ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ, 11 തൊട്ട് 4 മണി വരെ. ഇവിടെ രാത്രി 11 മണി വരെ ഉണ്ട്, രാവിലെ. ബ്രോ, ഈ ബീഫ് എന്താണ് ഇത്? സ്പെഷ്യൽ ആണോ? ഇത് സ്പെഷ്യൽ, നമ്മുടെ ബീഫ് പള്ളിക്കെട്ടിന് സ്പെഷ്യൽ കറിയാ. നമ്മള് നോർമൽ കറിയല്ലേ വരുന്നത്, നല്ല കട്ടി പള്ളിക്കറി എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ കറി. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ നമ്മൾ കറിയായിട്ട് കൊടുക്കത്തില്ല. നമ്മൾ ബീഫ് പള്ളിക്കെട്ടിന്റെ കൂടെ ഇതേപോലെ ചോറിൽ സെറ്റ് ചെയ്ത് മാത്രമേ കൊടുക്കത്തുള്ളൂ. അതിൽ കിടന്ന് അത് സെറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേക എടുക്കുമ്പോൾ ആ ഒരു മണവും പിന്നെ ചോറും ഒക്കെ ആയിട്ടാണ് നെയ്യുടെ മണവും എല്ലാം കൂടി സെറ്റ് ആവും. സാധാരണ ഈ പള്ളിക്കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം ഏരിയയിൽ അങ്ങോട്ടൊക്കെ അല്ലേ ഉള്ളൂ, ഇങ്ങോട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. മലപ്പുറം, കാസർഗോഡൊക്കെയാണ് മെയിൻ സാധനം. ഇത് കണ്ടില്ലേ, പരിപ്പ് കറി. നമ്മുടെ നെയ്ച്ചോറിന്റെ കൂടെ ബീഫ് മാത്രമല്ല, ഈ ഒരു പരിപ്പ് കറി കൂടി ഇവിടെ നിന്ന് തരുന്നു. നെയ്ച്ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുവാണ്. വാഴയിലയിലാണ് ഇവര് നെയ്ച്ചോറൊക്കെ സെറ്റ് ചെയ്ത് വിളമ്പുന്നത്. ദം ബിരിയാണി എത്തി. ചിക്കനാണ് കേട്ടോ, ചിക്കൻ ദം ബിരിയാണി. അപ്പം കഴിച്ചിട്ട് അഭിപ്രായം പറ. പരിപ്പ് കുറച്ച് മതിയാണ്. അത് കുടിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് സംഭവം. ഇത് വെള്ളമല്ല, നാരങ്ങ വെള്ളമാണ്, ലൈം ജ്യൂസ്. അപ്പം നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ഇതേ കണക്ക് ലൈം ജ്യൂസും കുടിക്കാൻ കിട്ടുന്നതായിരിക്കും. അത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യത്തിന് കുടിക്കാൻ. ഗ്ലാസ്സും എത്തിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം ഞാൻ നെയ്ച്ചോറാണ്, നമ്മുടെ ക്യാമറാമാൻ തലശ്ശേരി ദം ബിരിയാണി. അവൻ ബിരിയാണിയുടെ ഫാനാണ്, അതുകൊണ്ട് നമ്മുടെ ക്യാമറാമാന് ബിരിയാണി, എനിക്ക് നെയ്ച്ചോറ്. എടാ ഭാഗ്യവാനെ, കഴിച്ചിട്ട് അഭിപ്രായം കൂടി പറ. അപ്പോൾ ദം ബിരിയാണി ഇതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നാരങ്ങ ഉള്ളതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് എടുത്ത് കുടിക്കാം. എങ്ങനെയുണ്ട് ബിരിയാണി കഴിച്ചിട്ട്? നമ്മുടെ തിരുവനന്തപുരത്തെ ഇവിടുത്തെ എന്തെങ്കിലും വ്യത്യാസം വല്ലതും പറയാമോ? സെയിം സാധനം. ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം ചോദിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറാമാൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരുപാട് വീഡിയോ ഒക്കെ എടുത്ത് നടന്ന ആളാണ്. അപ്പോൾ അവിടുത്തെ ഫുഡിൻ്റെ വ്യത്യാസം മനസ്സിലാവും. കൊള്ളാമല്ലേ നമ്മുടെ കൊല്ലത്തെ ഫുഡ്? ബീഫ് പൂ പോലെ വെന്ത കിടുക്കാച്ചി ബീഫ്, ബീഫിൽ കുതിർന്ന നെയ്ച്ചോറ്, കൂടെ ഈ പരിപ്പ് കറിയുണ്ട്. നല്ല മണവും കേട്ടോ. നെയ്ച്ചോറും ഇതും കൂടി മിക്സ് ആകുമ്പോൾ ഒരു മണമുണ്ട് മക്കളെ. അരിഞ്ഞു പോണ ബീഫ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നെയ്ച്ചോറ് കടയുടെ ലൊക്കേഷൻ വരുന്നത് ഉമയനല്ലൂരാണ്. കൊല്ലത്തുനിന്ന് വരുമ്പം ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബൈപ്പാസ് കയറാതെ സൈഡിൽ കൂടി വരണം, എങ്കിലേ നമുക്ക് ഈ ഒരു കടയിൽ എത്താൻ പറ്റുള്ളൂ. ബൈപ്പാസ് കയറിയാൽ പിന്നെ അങ്ങ് അപ്പുറത്ത് നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഉമയനല്ലൂർ ജംഗ്ഷൻ, ആ ഒരു ബൈപ്പാസ് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം പോകുന്ന വഴിക്ക് ഇടത് സൈഡിൽ ഈ ഒരു ഭാഗത്ത് റോഡ് സൈഡിൽ തന്നെ കാണാം. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പള്ളിയുണ്ട്. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം പോകുന്ന റൂട്ടിൽ ഇടത് സൈഡിൽ ഉമയനല്ലൂർ നെയ്ച്ചോറ് കട. എങ്ങനെയുണ്ട് നമ്മുടെ നെയ്ച്ചോറ് കടയിലെ ഫുഡ്? നല്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഞാൻ കഴിച്ചത് ബിരിയാണി ആയിരുന്നു, അത് നല്ലതായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാഴ്ചയും വിശേഷങ്ങളും ഒക്കെ ഇവിടെ തീരുവാണ്. എൻ്റെ പുറകിലോട്ട് നോക്കി നിങ്ങൾക്ക് കാണാം, ഇപ്പോഴും ഭയങ്കരമായൊരു തിരക്കാണ് ഇവിടെ. ഇപ്പോഴും ഒരു 2-3 ആഴ്ച ആവുന്നേ ഉള്ളൂ. അപ്പോൾ ആ 3 ആഴ്ച കൊണ്ടേ കട ഇത്രയ്ക്ക് ക്ലിക്കാവണമെങ്കിൽ ഇവിടുത്തെ ടേസ്റ്റ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളും വരിക, എൻജോയ് ചെയ്യണം. നമ്മുടെ കൊല്ലത്ത് ഇഡ്ഡലി, നെയ്ച്ചോറ്, കറി, പള്ളിക്കെട്ട്, പിന്നെ തലശ്ശേരി ദം ബിരിയാണി എല്ലാം കിട്ടുന്ന ഒരു കടയാണ്. വൈകുന്നേരത്തും ഫുഡുണ്ട്, രാത്രി 11 മണി വരെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ പയ്യോളി, ചിക്കൻ ഫ്രൈ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണും. അപ്പോൾ ഏതായാലും വരിക, എൻജോയ് ചെയ്യുക. നമ്മുടെ ഉമയനല്ലൂരാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. XP സുരേഷ് കുമാരൻ സൈനിങ് ഓഫ്. ടാറ്റാ.